അധിക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്നെടുക്കുമ്പോൾ ഒത്തിരി പഴകിയ ഉഴുന്നെടുക്കല്ലേ, പുതിയ ഉഴുന്ന് തന്നെ എടുക്കുക. അതുപോലെ മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കുക. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു 4-5 വെള്ളം നല്ലതായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്കൊരു 8 മണിക്കൂർ എന്തെങ്കിലും കുതിരാനായിട്ട് വെക്കണം. ഉഴുന്നോട് 8 മണിക്കൂർ കുതിർന്നിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ലതായിട്ട് ഉഴുന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. വെള്ളം ഒട്ടുമില്ലാതെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്നത്, ആ ജാറിലോട്ട് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഉഴുന്നിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം തന്നെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം എത്രയും കുറച്ച് ഒഴിച്ചു കൊടുത്ത് അരയ്ക്കാമോ അത്രയും കുറച്ച് ഒഴിച്ചു കൊടുത്ത് അരയ്ക്കുക. മിക്സി ചൂടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉഴുന്നിൻ്റെ അകത്തുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തണുത്ത വെള്ളം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഉഴുന്ന് ഞാൻ ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും കട്ടിക്കാണ് ഉഴുന്ന് അരച്ച് കിട്ടിയിരിക്കുന്നത്. ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഉഴുന്ന് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഉഴുന്ന് അരച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഒരു വലിയ സവാള അരിഞ്ഞെടുത്തതും, അതൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തതും, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ഇട്ട് പൾസിലിട്ട് 2 അടി അടിച്ചെടുത്തോണ്ട് വരിക. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഇങ്ങനെ ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയേ. നമുക്കൊക്കെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നേരത്ത് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അരച്ചെടുത്ത ഉഴുന്നിൻ്റെ അകത്തോട്ട് 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന റവയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനൊന്ന് അടിച്ചെടുക്കണം. നിങ്ങളുടെ ഈ വിസ്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നല്ലതായിട്ട് ഇതിനെ അടിച്ച് പതിപ്പിച്ചെടുക്കണം കേട്ടോ. അന്നേരത്തേക്ക് നല്ല പ്ലഫി ആയിട്ട് ഇത് വരും. നമുക്ക് മാവ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് പ്ലഫി ആയിട്ടിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടും കിട്ടത്തുള്ളൂ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ നല്ലതായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് ശകലം മാവ് ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കണം. ഇങ്ങനെ പൊങ്ങിക്കിടക്കുമ്പോഴാണ് മാവ് നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. സവാളയൊക്കെ ചതച്ചെടുത്തില്ലേ, ആ കൂട്ട് ഈ മാവിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുരുമുളക് നിങ്ങൾക്ക് ചതച്ചിട്ട് വേണേൽ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉടനെ അത് ഉണ്ടാക്കിയെടുക്കാം. കയ്യിലോട്ട് ശകലം വെള്ളം തേച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മാവ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇതുപോലെ തിരിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. ഇത്രയുള്ള സംഭവം. ഞാൻ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാത്രം മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോ പ്രാവശ്യം മാവ് എടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ കൈയൊന്ന് മുക്കി കൊടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇവിടുന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഉഴുന്നോടെ എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, പുറത്തൊക്കെ നല്ല ക്രിസ്പിയാണ്, ആകെ നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വെള്ളച്ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉഴുന്നോടെ ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.